നമസ്കാരം. നക്ഷത്രപരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2023 ഡിസംബർ 29 വെള്ളിയാഴ്ച. നക്ഷത്രം പൂയം. ചന്ദ്രൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു. ഇനി ഓരോ രാശിക്കാർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 4-ാം ഭാവത്തിലെ ചന്ദ്രൻ്റെ സഞ്ചാരം അത്ര അനുവദനീയമല്ല നല്ല കാര്യങ്ങൾക്ക് എന്നാണ് പൊതുവെ ആചാര്യന്മാരുടെ അഭിപ്രായം. വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതുകൊണ്ട് യാത്ര മാറ്റിവെക്കേണ്ടി വന്നേക്കാം. പ്രവർത്തനങ്ങളെയും അത് ബാധിച്ചേക്കാം. അതുപോലെ വീട്ടിലും ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. മാതാവിന് നേരിയ തോതിലുള്ള അവശതയോ പ്രശ്നങ്ങളോ മാതാവിനോ മാതുലനോ അമ്മാവിനോ ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. കാരണം പൊതുവെ മേടം രാശിക്കാർക്ക് ഇപ്പോൾ സമയം നല്ലതായതുകൊണ്ട് താരതമ്യേന ഗുണമേ വരത്തുള്ളൂ. അതുകൊണ്ട് ദോഷം അധികം ഉണ്ടാവില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഗുണകരമായ അവസ്ഥ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായ നേട്ടമുണ്ടാവുകയും ചെയ്യും. ഇടവം രാശി. കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അരയടങ്ങുന്ന ഇടവം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണകരമാണ്. ആലസ്യത്തിലാണ്ട് കിടന്നിരുന്ന അവരുടെ മനസ്സിനും ശരീരത്തിനും ഒരു ഉണർവ് വരുന്ന ദിവസമാണ്. കൂടുതൽ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണെന്ന്. ശത്രുക്കൾ പോലും ഇവരോട് ഇന്ന് അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസം. അതുപോലെ ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ചും സഹോദരന്മാർ ഇവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന ദിവസവും അവരിൽ നിന്ന് സഹായം ലഭിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. തിരിച്ചങ്ങോട്ടും ഗുണം കൊടുക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണിന്ന്. അപ്രതീക്ഷിതമായി ധനം ഇന്ന് വന്നു ചേരും. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. പൊതുവെ ഗുണകരമാണ് ഇടവം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. മിഥുനം രാശി. മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം 2-ലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം, അതുപോലെ വാക്കുകളിലും നിയന്ത്രണം പാലിക്കുക. യാത്ര ഇന്ന് അത്ര ദൂരത്തുള്ള യാത്രയൊന്നും ഇന്ന് ഗുണം ചെയ്യില്ല എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് പ്രധാനപ്പെട്ട യാത്രകളും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും മാറ്റിവെക്കുക. എന്നാൽ സാമ്പത്തികമായി വീട്ടിലേക്ക് ധനം വരുമെന്ന് തന്നെ കാണുന്നു. വീട്ടിലെ ആവശ്യങ്ങൾക്കും അവരുടെ സംതൃപ്തിക്കും അടങ്ങുന്ന സാമ്പത്തിക ഗുണം ഇന്ന് എന്തായാലും കിട്ടും. അതുകൊണ്ട് പൊതുവെ ഗുണകരമെന്ന് തന്നെ വിശേഷിപ്പിക്കും. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഗുണകരമെന്ന് തന്നെ പറയാം. ചന്ദ്രൻ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് വാർത്തകൾ ഇന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. ശരീരത്തിനും മനസ്സിനും ഉന്മേഷം തോന്നുന്ന ദിവസം. അതെല്ലാം അവരുടെ ജോലികളിലും യാത്രകളിലുമൊക്കെ പ്രതിഫലിക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകളോടുള്ള പ്രവർത്തനങ്ങളിലും ഇടപാടുകളിലുമെല്ലാം നല്ല സന്തോഷം ലഭിക്കുമെന്ന് തന്നെ ഉറപ്പാക്കാം. സാമ്പത്തികമായും നേട്ടം കാണുന്നുണ്ട്. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ചിലവ് വർദ്ധിപ്പിക്കും. അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിട്ടിട്ട് ഉത്തരവാദിത്വമില്ലായ്മയുടെ പേര് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് പൊതുവെ കാര്യങ്ങൾ തങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. സാമ്പത്തികമായി വളരെ ക്രമീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുകയും ചെയ്യും. യാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക. പൊതുവെ പാതി ഗുണകരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇന്നത്തെ ദിവസം. കന്നിരാശി. ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം സർവാഭീഷ്ടത്തിൻ്റെ ദിവസമാണ്. എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹമുണ്ട് എന്ന് തന്നെ പറയാം. പൊതുവേ ഈശ്വരാധീനം അല്പം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ദിവസം ഇവർക്ക് ഗുണകരമായി തന്നെ വരുമെന്ന് ആശിക്കാം. സാമ്പത്തികമായി നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ബന്ധുമിത്രാദികളുമായി സഹകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ സന്തോഷവും ആനന്ദവും ലഭിക്കുന്ന ദിവസമാണെന്ന്. ഗുണവും ലഭിക്കും. അതുകൊണ്ട് തന്നെ യാത്രയും അതിൻ്റെ ലക്ഷ്യത്തെ സാധൂകരിക്കും. പൊതുവെ ഗുണകരം. തുലാം രാശി. ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവ് കാണിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകരുടെ മുമ്പിലും അതുപോലെ മേലധികാരികളുടെ മുമ്പിലും തങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ ഊർജിതമാക്കാൻ സാധിക്കും. സാമ്പത്തികമായ നേട്ടമാണ് മറ്റൊരു വലിയ ബലം. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളെ അവർ കൂടുതലിന്ന് ആശ്രയിക്കും. യാത്ര ഗുണകരമായി കാണുന്നു. ബന്ധുമിത്രാദികളുമായി സഹവസിക്കുന്നതിലും ഗുണം കാണുന്നു. പൊതുവെ ഗുണകരം. വൃശ്ചികം രാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം പാതിയെ ഗുണമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പിതാവിന് എന്തെങ്കിലും ശാരീരികമായ അവശത വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഭാഗ്യത്തിനും ചെറിയ ദോഷം കാണുന്നു. ഇത് രണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ചെറിയ തോതിൽ തടയപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുക. എന്നാൽ 9-ൽ ഈശ്വരാധീനം കിടക്കുന്നത് കൊണ്ട് ഭാഗ്യം, അതായത് പണത്തിൻ്റെ രൂപത്തിൽ ഇവരുടെ മുമ്പിലെത്തും. അതുകൊണ്ട് പാതി ഗുണമെന്ന് തന്നെ വിശേഷിപ്പിക്കും.
ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം 8ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. ശ്വാസതടസ്സമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. യാത്ര അതുകൊണ്ട് വഴിമുടങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും ചെറിയൊരു മന്ദത അനുഭവിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ഷീണിതാവസ്ഥ മറികടന്നതിന് ശേഷം പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജിതം ആകാൻ ശ്രമിക്കുക. അതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് പ്രധാന പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുക. എന്നാൽ അപ്രതീക്ഷിതമായി ധനസഹായം എത്താം. 8ലെ ചന്ദ്രന് അങ്ങനെയൊരു ഗുണമുണ്ട്. മകരം രാശി ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സർവാഭീഷ്ടം എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലാണ് ചന്ദ്രൻ്റെ നില. സ്വന്തം ക്ഷേത്രത്തിൽ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. തൻ്റെ പ്രണയിനിയെ കാണാൻ സാധിക്കുന്ന ദിവസം, ഇഷ്ടപ്പെട്ടവരുമൊത്ത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ദിവസം, കൂട്ടുപങ്കാളിത്തത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ വിജയം കണ്ടെത്താൻ സാധിക്കുന്ന ദിവസം, വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂല തീരുമാനം ഉണ്ടാകുന്ന ദിവസം. കുംഭം രാശി അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അപ്രതീക്ഷിതമായി ചില വിജയങ്ങൾ കടന്നുവരും. കടബാധ്യതയിൽ നിന്ന് മോചനമാണ് ഏറ്റവും വലിയ ആശ്വാസം. അതുപോലെ തന്നെ തങ്ങൾക്ക് അനുവദിച്ച് കിട്ടാവുന്ന പണം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അനുവദിച്ച് കിട്ടുന്ന ദിവസമാണിത്. ശത്രുക്കൾ മിത്രമായി മാറുന്ന ദിവസമാണ്. കടബാധ്യത മാറുന്നതുകൊണ്ട് തന്നെ കുറേ ശത്രുതകൾ മാറിക്കിട്ടുന്നു. പൊതുവെ സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. ഇന്നത്തെ ദിവസം ഗുണകരമാണ് കുംഭം രാശിക്കാർക്ക്. മീനം രാശി പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനം രാശിക്കാർക്ക് പൊതുവേ ശാരീരികമായി ചെറിയ അവശത കാണുന്നുണ്ട്. ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു, അതുപോലെ 7ൽ നിൽക്കുന്ന കേതു, ഒപ്പം 5ൽ നിൽക്കുന്ന ചന്ദ്രൻ ഭാഗ്യത്തിന് ചെറിയ തടസ്സമുണ്ടാക്കിയേക്കാം. സന്താനങ്ങൾക്ക് ചെറിയ അവശതയോ മനോവിഷമമോ ഉണ്ട്. അത് ഈ രാശിക്കാർക്ക് വല്ലാത്ത മാനസിക വിഷമം ഉണ്ടാക്കിയേക്കാം. എന്നാൽ പൊതുവേ അടുത്ത ദിവസങ്ങളിൽ ഇതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. ഭാഗികമായ ഗുണം തന്നെയാണ് മീനം രാശിക്കാർക്ക്. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.